കൊച്ചി കാക്കനാട് 20 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതിൽ സംഘർഷം. ക്യാമ്പ് നടക്കുന്ന വിദ്യാലയത്തിലെത്തിയ രക്ഷിതാക്കൾ അധികൃതരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു. 70-ലധികം വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ ഭക്ഷ്യവിഷബാധ ഏറ്റത്. കൂടുതൽ വിവരങ്ങളുമായി കെബിൻ കെന്നഡിയാണ് ചേരുന്നത്. കെബിൻ, 70-ലധികം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന് പറയുമ്പോൾ ഏറെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. എന്താണിപ്പോൾ അവിടെ സംഘർഷത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? രക്ഷിതാക്കൾ ഏത് രീതിയിലാണ് അവിടെ തർക്കം നടക്കുന്നത്? സ്വാതി, നമ്മൾ കുറച്ചു നേരത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും കൃത്യമായി പറഞ്ഞതാണ്. അതായത് 70ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റ് KMM കോളേജിൽ നിന്ന് ഇത്തരത്തിൽ കളമശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് കൃത്യമായ രീതിയിൽ വിവരങ്ങൾ നൽകുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ കോടതിക്ക് ഇരച്ചു കയറുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഗേറ്റിന് മുമ്പിൽ ക്യാമ്പ് ചെയ്യുന്ന രക്ഷിതാക്കൾ യാതൊരുവിധ വിവരങ്ങളും കൃത്യമായ രീതിയിൽ ലഭിക്കുന്നില്ലതിൻ്റെ അടിസ്ഥാനത്തിൽ ഗേറ്റ് പുറത്തുനിന്ന് തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഇവിടെ രക്ഷിതാക്കളും അതേപോലെ ഇവിടുത്തെ കോളേജിലുള്ളവരുമായിട്ടുള്ള സംഘർഷം തുടരുകയാണ്. വിദ്യാർത്ഥികളെ എല്ലാം തന്നെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. നമ്മളോടൊപ്പം ക്യാമ്പിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ തന്നെ ചേർന്നു. മോനെ, എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചത്? എന്തൊക്കെയാണ് ഇവര് നമ്മളെ പരയിടയാത്തതിന് മുഖത്തൊക്കെ ഇട്ടടിക്കും. നമ്മളെ പിടിച്ചിട്ട് വെള്ളമാണെങ്കിൽ തന്നെ അത് കുറച്ചു നേരം വെച്ച് കഴിയുമ്പോൾ തന്നെ ആ വെള്ളം കുടിക്കാൻ തോന്നില്ല, ചീത്തായിട്ടുണ്ടാവും. അങ്ങനെ ക്യാമ്പില് വയ്യാണ്ടിരുന്നാ പോലും നമ്മളെ കൊണ്ട് ചവറൊക്കെ ചെറുപ്പിക്കും അവര്. അവർ ചവറ് വറക്കാനാ പറയണത്. അപ്പൊ അവര് ചവറ് വറക്കാൻ പറയും. താടി വെച്ച ആളാണ് അയാള്. എന്താണ് മോത്തിട്ടൊക്കെ അടിക്കും എന്നാണ് പറയടത്തിന്. ഒരുത്തനെ തല്ലിയിട്ട് അവൻ തെറിച്ചു വേണ്ട തലയൊക്കെ അടിച്ചോണ്ട് അവനിക്ക് വയ്യായിരുന്നു എന്നാണ് അയാൾ പറയുടെ ഒച്ചത്തിൽ ശബ്ദത്തിൽ പറഞ്ഞാൽ മാത്രം നിർത്തുള്ളൂ. ശബ്ദത്തിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മളെ നല്ല പണിഷ്മെന്റ് ഒക്കെ തരും. ചവറ് വെറുക്കാൻ പറയണ അവിടെ ഫുള്ളായിട്ട് ചവറൊക്കെ വെറുക്കാൻ പറയാണ്. ഇവിടുത്തെ ക്യാമ്പിന്റെ നിയമം ഇതാണ്. ഒരു പണി എടുക്കണോ ഒന്ന് വെറുതെ ഇരിക്കാൻ പാടില്ല. ഫുള്ളും ചവറ് വെറുക്കിക്കോ. നമ്മുടെ ചവറ് വെറുപ്പിക്കണം. സൗണ്ട് പോലും കിട്ടണ്ടായില്ല നമുക്ക്. ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും തരത്തിൽ പറയുന്നുണ്ടോ? ഭക്ഷണത്തിൽ വെള്ളത്തിന് നല്ല ചൊവ്വ ഉണ്ടായിരുന്നു. തിളപ്പിച്ച വെള്ളം ഇവർ തന്നെ. ഫുഡിനാണെങ്കിൽ ഒന്നുമില്ല, ഉപ്പില്ല, മധുരമില്ല, ഒന്നുമില്ല. ചായയിലാണെങ്കിൽ മധുരമില്ല. ഫുള്ളും ഇതുപോലെ കത്തിച്ചളനവര്. കൊറേ സ്നാക്സ് കത്തിച്ചളന്, കൊറേ തിന്നണ ഫുഡ് കൊറേ കത്തിച്ചളനവര്. നമ്മളെ ഫുഡ് എല്ലാ റൂമിൽ ചെക്ക് ചെയ്ത് തിന്നണ സാധനം അവര് കത്തിച്ചളന്. ഫുഡ് ഭക്ഷ്യബാധ ഉണ്ടായി അവരെന്ന ഫുഡ് ഉണ്ടെന്ന ഭക്ഷണ ഇതുണ്ടായ പനിയൊക്കെ ഉണ്ടായെന്ന് അവര് പറയുന്നത്. കുട്ടികളെ പണിഷ്മെന്റ് നമ്മളെ 11 മണിക്ക് പതച്ച വീട്ടിൽ പണിയെടുപ്പിക്കണേന്ന് പണിയെടുപ്പിക്കണേരുന്നു. ഇപ്പൊ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ അച്ഛനന്മാരൊക്കെ കുറച്ച് പേര് ഹോസ്പിറ്റലിലായി ഇപ്പൊ കിടക്കണത്. അവർക്ക് ഇപ്പൊ വരാം 11 പേര് ഹോസ്പിറ്റലിൽ കിടക്കണേന്. അവർക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ആദ്യഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു ഇവർക്ക് വന്ന സിംറ്റംസ്? ആദ്യം കുഴപ്പമുണ്ടായില്ല. പിന്നെ രണ്ടാമത് ഇതാണ് എന്താണ് പണിഷ്മെന്റ് ഒക്കെ വെയിലത്ത് നിർത്തിവിടാ. ഒട്ടും വെള്ളം തരില്ല. ഏറ്റവും പൊക്കത്ത് അവര് എന്താണ് തെറ്റ് ചെയ്തതിന് നമ്മളെ പണിഷ്മെന്റ് ചെയ്യണത്. അവര് വെയിലത്തൊക്കെ നിർത്തി 12 മണിക്ക് രാത്രി ഇവരിട്ട് പണിയെടുപ്പിക്കുന്നവരാണ്. ഉണക്കാൻ സമ്മതിക്കാണ്ട് 12 മണി വരെ പണിയെടുപ്പിക്കുന്ന പറഞ്ഞ താടി വെച്ച സ്വാതി, അത് തന്നെയാണ് പറയുന്നത്. അതായത് കൃത്യമായി കുടിച്ച വെള്ളത്തിൽ ഉൾപ്പെടെ ചുവ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറയുന്നത്. ഏകദേശം 600ഓളം വിദ്യാർത്ഥികളാണ് NCC ക്യാമ്പിൽ പങ്കെടുത്തിരുന്നത്. അതിൽ 70ഓളം കുട്ടികൾക്കാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റ് എറണാകുളത്തുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായ വിവരങ്ങൾ, അതായത് രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ രക്ഷിതാക്കളെല്ലാം തന്നെ കോളേജിന് ഗേറ്റിന് മുമ്പിൽ തമ്പടിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഇവർ ഗേറ്റ് തുറക്കാൻ തയ്യാറായില്ല. കോളേജ് അധികാരികൾ ഉൾപ്പെടെയുള്ളവർ ഗേറ്റുകൾ തുറക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അവർ തള്ളി തുറന്ന് ഇതിലേക്കകത്തേക്ക് കയറുകയായിരുന്നു. മറ്റൊരു സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്യാമ്പിലുണ്ടായിരുന്ന ബാക്കി കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടികൾ ഉൾപ്പെടെ ഉണ്ടായി. ഇവിടെ ക്യാമ്പിലുണ്ടായിരുന്ന ക്യാമ്പ് ഓഫീസർമാരെ മറ്റ് അധികാരികളുമായി ഉൾപ്പെടെയുള്ള വാക്കേറ്റത്തിനും പിടിച്ചു തള്ളലിൽ ഉൾപ്പെടെ ഉണ്ടായി. ഈ മാതാപിതാക്കളെ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പറയുന്നത്. സീനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതല്ലെങ്കിൽ ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള പീഡനങ്ങൾ, വെയിലങ്ങൾ
ദിവസങ്ങൾ വെയിലിൽ ഉൾപ്പെടെ നിർത്തിക്കൊണ്ടുള്ള കൃത്യമായുള്ള പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കൃത്യമായുള്ള ഭക്ഷണങ്ങൾ ലഭിച്ചിട്ടില്ല. ഭക്ഷണം ലഭിച്ചിരുന്നതിൽ തന്നെ അസ്വാഭാവികത ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത്. 9, 10, +1, +2 ഡിഗ്രി 1-ാം വർഷം 2-ാം വർഷം എന്നീ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇപ്പോൾ KMM കോളേജിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ക്യാമ്പിൽ എത്തിച്ചേർന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേക്കുന്നത്. ഇവിടുത്തെ ജലസ്രോതസ്സായ കിണറ്റിൽ നിന്നാണ് കിണറ്റിൽ നിന്ന് ഉപയോഗിച്ച വെള്ളം ഉപയോഗിച്ചുണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്നാണ് ഇപ്പോൾ ഭക്ഷ്യവിഷത ഏറ്റയിരിക്കുന്നതെന്ന് സൂചന നൽകുന്നത്. പോലീസ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ ഇവരുമായി ചർച്ച നടത്തുകയാണ്. ഇപ്പോൾ സാമ്പിളുകൾ ഉൾപ്പെടെയുള്ളവർ ജലത്തിൻ്റെ സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനൊരു സാഹചര്യമുണ്ട്. അത് കൃത്യമായി ടെസ്റ്റിന് അയച്ചതിന് ശേഷം മാത്രമേ കൃത്യമായ രീതിയിൽ എത്തരത്തിലാണ് ഇതിൽ ഭക്ഷ്യവിഷബാധ പടർന്നത് എന്ന് തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ കഴിയുള്ളൂ. ഇപ്പോൾ എന്താൽ നേരിയ സമരം ഇപ്പോഴത്തെ പ്രതിഷേധത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ബാക്കി ക്യാമ്പിലുണ്ടായിരുന്ന മറ്റു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചു കൊണ്ടുപോകുന്നതിൽ മുൻകൈ എടുക്കുകയാണ് മാതാപിതാക്കൾ. കുട്ടികളുടെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിയുന്നത് ക്യാമ്പ് NCC അതായത് 21 കേരള ബറ്റാലിയൻ്റെ പേരിലുള്ള ക്യാമ്പാണ് നിലവിൽ നടന്നുകൊണ്ടിരുന്നത്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സ്കൂള് കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്നു. അവരെ നിത്യേന അതായത് ഈ ക്യാമ്പിൻ്റെ റുട്ടീനുകളുടെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പരിശീലനങ്ങൾ പുറമെ വെയിലത്ത് നിർത്തുകയും മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നടത്തുകയും ചെയ്യും. അതായത് കൃത്യമായ രീതിയിൽ ഭക്ഷണം ലഭിച്ചിരുന്നില്ല. കിട്ടുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടെ തന്നെ അതായത് കുറവായിരുന്നു. മറ്റൊരു സാഹചര്യത്തിൽ അവർക്ക് കുടിക്കാൻ നൽകിയിരുന്ന വെള്ളത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികളും ഇവിടുത്തെ സീനിയേഴ്സുമായിട്ടുള്ള വീണ്ടും സംഘർഷം. ഞാനേ എൻ്റെ മകൻ്റെ കാര്യത്തിൽ സാറേ ഇത്രയും ബുദ്ധിമുട്ടി വന്നേക്കണല്ലേ വന്നേക്കണത് നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ വന്നേക്കണേ. അല്ലാതെ നമ്മളെ ഇത്ര ഇതാക്കിട്ട് അത് നിങ്ങൾ പറയട്ടെ ഇപ്പം സാബുമാരെ പിന്നെ എന്തിനാണ് വിട്ടേക്കണം നിങ്ങൾ? സാറുമാരല്ലേ വിട്ടേക്കണത്? അതിങ്ങ ഒരു ഊളത്തരല്ലേ പറഞ്ഞു എൻ്റെ അടുത്ത്. സീനല്ല അത് തന്നെയാണ് ചേട്ടാ. അതായത് ഇപ്പോൾ ഇവിടുത്തെ മാതാപിതാക്കളും അതായത് പോലീസും തമ്മിൽ രണ്ടാം ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വാക്കേറ്റമുണ്ടായി. കൃത്യമായി വിവരങ്ങൾ അറിയുന്നില്ല. അതിനകത്തുള്ള കൂടുതൽ കുട്ടികളെ പുറത്തേക്ക് വിട്ടു നൽകണം. അവരെ കൃത്യമായി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നൽകണം. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടോ എന്നുള്ളപ്പോഴുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ഇപ്പോഴും പോലീസുകാരും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പോലീസുകാർ ഇവരെ ഇവിടെ നിന്ന് മാറ്റി നിർത്താനാണ്, പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ കൃത്യമായി മാറ്റി നിർത്താനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ മകനാണോ ഇവിടെ ഇവനാ എൻ്റെ മകനാ. മകനാ. എന്താണ് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിച്ചില്ല എന്നുള്ളതാണോ കാരണം? ചെയ്തത് ഇങ്ങനെ ഫുഡ് പോയിസൺ ആയിട്ടുണ്ട്, 16 പിള്ളേരെന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. പിന്നെ അത് 70 പിള്ളേരായെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് വിടൂലെന്നാണ് പറയുന്നത്. ഞാൻ ഞങ്ങളുടെ പിള്ളേരെ കൊണ്ടുപോകും എന്താണെങ്കിലും. മറ്റുള്ളവർ ആരും എനിക്കറിയണ്ട. എന്റെ മാനെ ഞാൻ കൊണ്ടുപോയിരിക്കും, സമ്മതിക്കൂല ഞാൻ എന്ത് വന്നാലും. പോലീസുകാർക്ക് വേണ്ടിയല്ല ക്യാമ്പിന് വിട്ടത്, ഈ സാബുമാർക്ക് വേണ്ടി വിട്ടത്. നമ്മുടെ ഡ്രില്ലി സാർ അതായത് എന്നോട് പഠിച്ച നിധി എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ഇതറിയാൻ പാടില്ല. വിളിച്ചപ്പോൾ എൻഗേജ്ഡ് ആണ് അയാൾ. ഇപ്പം അവർ പറഞ്ഞെന്താണ് ആ സീനിയേഴ്സ് പോലീസുകാരല്ല നമുക്ക് പോലീസുകാരെ എനിക്ക് എന്ത് ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ മകനാ എന്തെങ്കിലും ഞാനല്ല സത്യം സത്യം നല്ല ഇടിക്കും ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞോളാം. അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്? ഇല്ല അങ്ങനെയൊന്നുമില്ല. വേറെ ഈ പയ്യനെ വരെ മുഖത്തിട്ടടിച്ച് 2 വട്ടം മുഖത്തിട്ടടിച്ച് ഈ പയ്യന എന്നിട്ട് അങ്ങോട്ട് ഞാൻ ഇതായിട്ട് പറഞ്ഞല്ലോ അവൻ ഒളിച്ച് കളിച്ചതെന്ന്. നമ്മുടെ മക്കളെ നമുക്ക് എന്തിനു വേണ്ടി വിടുന്നത്? നല്ലൊരു ഭാവിക്ക് വേണ്ടി വിടുന്നത്. അപ്പം ഇങ്ങനെയുള്ള റോങ് കാണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളല്ലേ വലുത്. ഇപ്പൊ ഇവരെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടോ? സമ്മതിച്ചാൽ കുഴപ്പമില്ല, ഞങ്ങൾ വിടും. എന്റെ ആരാണെങ്കിൽ ഞാൻ കൊണ്ടു എന്റെ മാനാ കൊണ്ടോ എന്നെ തല്ലിക്കൊന്നാലും കുഴപ്പമില്ല. ഞാൻ ഇടിക്കുകയും ചെയ്യാൻ പിടിച്ചാൽ എന്റെ മൈൻഡ് അങ്ങനെ എന്റെ മാന ഞാൻ കൊണ്ടുപോകും. ഞങ്ങൾ കൊണ്ടുപോകും, ഞങ്ങളുടെ മാനെ കൊണ്ടുപോകും. ഞങ്ങൾ ആരാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും എന്റെ മാന. ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഇവിടുന്ന് ഒരു മനസ്സിലായ അത്രേ ഉള്ളു. അല്ല അയാളെ ഞങ്ങൾ നാളെ കാണും. ഞാനേ പോലീസുകാർക്ക് വേണ്ടിയല്ല എന്റെ മാന ക്യാമ്പിൽ കൊണ്ടിട്ടത്. ഈ സാബുമാരന്റെ അവനൊക്കെ എവിടെ പോയി കിടക്കാൻ? എന്റെ മോനെന്ന് വെച്ചാലേ വെജിറ്റേറിയൻ. കാരണം ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ അവന് രക്ഷപ്പെടും.
പോലീസ് സർവീസ് നടന്ന് സുരക്ഷ രക്ഷപ്പെടും. എന്ത് കാര്യം അപ്പൊ എല്ലാത്തിനും ഇതുങ്ങളെ തന്റെ അടുത്തോടെ മുമ്പിൽ നിന്ന് സംസാരിക്കും, ഞങ്ങളാണ് ചെയ്തതെന്ന് സംസാരിക്കുക. അതാണ് ആണത്വം. എന്നെ ഒന്ന് സംസാരിച്ചോട്ടെ. അത് തന്നെയാണ് സ്വാതി പറയുന്നത്. അതായത് രക്ഷിതാക്കളെ വളരെ പ്രകോപിതരാണ്. എന്തെന്ന് വെച്ചാൽ അവരുടെ മക്കളെ ഇവിടുന്ന് തിരിച്ചു പോകാതെ ഇവിടുന്ന് പോകില്ല. പോലീസുകാരല്ല, ഇനി ആര് പറഞ്ഞാലും ഏത് തരത്തിലുള്ള പ്രതിഷേധം കണക്കിലെടുത്താണെങ്കിലും ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, അതായത് അവർ ഇവിടെ ഇങ്ങോട്ടേക്ക് സുരക്ഷിതമായി അയച്ച വിദ്യാർത്ഥികളെ എല്ലാവരെയും തന്നെ തിരിച്ചു കൊണ്ടുപോകാതെ ഇവിടുന്ന് തിരിച്ചു പോകില്ല എന്നൊരു സാഹചര്യമാണുള്ളത്. വളരെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. പല മാതാപിതാക്കളും അവരുടെ മക്കൾ ഉൾപ്പെടെയുള്ളവരെടുത്തു, പല അമ്മമാരെ നമ്മളെ കണ്ടു. അവരെല്ലാം പറയുന്നത് ഭക്ഷണം കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല എന്നൊരു പരാതിയാണ് പറയുന്നത്. മറ്റൊരു കാര്യം, കുടിക്കാൻ കൊടുത്തിരുന്ന വെള്ളത്തിൽ ഉൾപ്പെടെയുള്ള ചുവ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ NCC 21 കേരള ബറ്റാലിയൻ NCCയുടെ ഡ്രില്ലിൻ്റെ പേരിൽ പല കുട്ടികളെയും ശാരീരികമായി ഉൾപ്പെടെ ഉപദ്രവിച്ചു എന്നുള്ള വാർത്തകൾ ഉൾപ്പെടെ ഇപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അവർക്ക് കൃത്യമായ രീതിയിൽ പരിശീലനം മാത്രമല്ല, അവരെ ഇത്തരത്തിൽ ഉപദ്രവിച്ചു. ഇപ്പോൾ പോലീസ് ഏത് വിധേന ഇവിടെ നിന്ന് മാതാപിതാക്കളെ കോളേജിൽ നിന്ന് പുറത്തു വിടാനായിട്ടുള്ള ഒരു സാഹചര്യം, അതായത് അവരോട് ചർച്ചകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെല്ലാം തന്നെ അതിനും തന്നെ വഴങ്ങാത്തൊരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അവർക്ക് കൃത്യമായ രീതിയിൽ എന്താണ് നടക്കുന്നത് എന്നറിയണം. ഇപ്പോൾ 70ഓളം കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ആരോഗ്യനില എല്ലാം തൃപ്തികരമാണ്. വളരെയധികം, അതായത് ആദ്യഘട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആദ്യഘട്ടത്തിൽ ഛർദിലും അതേപോലെ തന്നെ ക്ഷീണവും തോന്നി. കുറച്ച് ശേഷം 20ഓളം കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അതിനുശേഷം ആദ്യഘട്ടത്തിൽ 20 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിച്ചു. പിന്നെ 15 കുട്ടികളെ പ്രവേശിച്ചു. ഇവിടുത്തെ NCC ക്യാമ്പിന് 21 കേരള ബറ്റാലിയനുള്ള സേനയുടെ വാഹനത്തിൽ തന്നെയാണ് ഇവരെ എല്ലാവരെയും തന്നെ ആശുപത്രി പ്രവേശിച്ചത്. അതിനുശേഷം ഇവർ ഉത്തരവാദിത്തപ്പെട്ടവർ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയില്ല. അങ്ങനെ പരിഭ്രാന്തി പടർന്നതിനെ തുടർന്നാണ് മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ കോളേജിന്റെ മുന്നിലേക്ക് പാഞ്ഞെത്തിയത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇവർ പോലീസിനെ ഉപയോഗിച്ച് ഇവരെ തടയാൻ ശ്രമിച്ചു. അങ്ങനൊരു സാഹചര്യത്തിൽ ഇവർ ഗേറ്റ് തുറന്ന് അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇപ്പോഴും നിലവിൽ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. പല കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. എവിടെയാണ്, എത്ര പേരാണ്, ആരൊക്കെയാണ് എന്നുള്ള കൃത്യമായ കണക്കുകളൊന്നും തന്നെ ഇവിടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നില്ല. സീനിയേഴ്സിന്റെ ഭാഗത്തു നിന്ന് കടുത്ത രീതിയിലുള്ള ഡ്രിൽ ഉൾപ്പെടെയുള്ളവരിൽ കൃത്യമായ രീതിയിൽ പരിശീലനമല്ലാതെ മുഖത്തടിക്കുന്ന രീതിയിലുള്ള കൃത്യമായ രീതിയിലുള്ള മറ്റ് കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. 21 കേരള ബറ്റാലിയൻ്റെ ഭാഗത്തു നിന്ന് അത് അവരുടെ ഭാഗമായി ഇവിടെ 518 കുട്ടികളാണ് കൃത്യമായി ക്യാമ്പിൽ പങ്കെടുത്തതെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കഴിക്കാൻ കൃത്യമായി ഭക്ഷണം കിട്ടിയിരുന്നില്ല. കുടിക്കാൻ നൽകിയ വെള്ളത്തിൽ ഉൾപ്പെടെ ചുവയുണ്ടായിരുന്നു. പൊരി വെയിലത്ത് പരിശീലനത്തിന് പുറമെ കൃത്യമായി ഈ സീനിയേഴ്സ് മുഖത്തടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇവിടെ വിദ്യാർത്ഥികളിൽ നിന്ന് അറിയിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പല വിദ്യാർത്ഥികളുടെയും ബാഗ് ഉൾപ്പെടെയുള്ളവ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഏത് വിധേനയും ഇവിടുന്ന് വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ രക്ഷിതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ പോലീസുമായി ചർച്ച നടത്തി. ഇവിടെ NCC ക്യാമ്പിലുണ്ടായിരുന്ന 21 കേരള ബറ്റാലിയനിലെ മറ്റു ഉദ്യോഗസ്ഥരുമായി ഉൾപ്പെടെ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ അവർ ആദ്യഘട്ടത്തിലൊന്നും തന്നെ തയ്യാറായിരുന്നില്ല. ഇവർ കൃത്യമായ വിവരങ്ങൾ പുറത്ത് നൽകുന്നില്ല. അങ്ങനെ അമ്മമാരുൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അറിയാൻ കഴിയുന്നത് പോലെ തന്നെ പലരും ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്കുൾപ്പെടെയുള്ളവർ കൃത്യമായി എന്താണ് സംഭവിച്ചത്, ഇന്ന് കഴിക്കാൻ ഫുഡിലൊക്കെ മുടി ഉണ്ടാവാറുണ്ട്, എല്ലാ കഴിക്കുമ്പോഴും മുടിയൊക്കെ ഉണ്ടാവാറുണ്ട്. വെള്ളം എന്ന് പറയുന്നത് കലക്ക വെള്ളമാണ് വെള്ളം വന്നത്. ഈ ഡ്രില്ലിന് പുറകെ ഇവര് മർദ്ദിക്കാറുണ്ട്. പിന്നെ നമ്മളെടുത്ത് പറഞ്ഞ് ഒരു ഇതൊന്നും ചെയ്തില്ലെങ്കിൽ 1000 രൂപ ഫൈൻ അടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെടുത്ത് എല്ലാരും കൂടി കൂട്ടിയിട്ട് ബാത്റൂമിന് ഇതൊക്കെ പൊട്ടിച്ചിട്ട് വെല്ലുവിളിച്ചു. നമ്മളെ പരയെടുത്ത് തെറ്റിച്ചതിനാണല്ലോ, പരയെടുത്ത് തെറ്റിച്ചത് അപ്പൊ തന്നെ ഒരു സാബ് പറയും നമ്മളെ കൊന്നളയുന്നു. നമുക്കില്ല, അയാൾ 5 കേടലിനെ കൊന്നളും. പിന്നെ പരയെടുത്തോണ്ടിരിക്കുമ്പോ നമ്മളെ പിടിച്ച് തള്ളിയിടും, മുഖത്തിട്ടൊക്കെ അടിക്കും, തള്ളിയിടും. ഇത് സീനിയേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വിരോധമില്ലാത്തൊരു സാബാണത്. എന്ത് പണി സ്കൂളിലെ ക്യാമ്പ് വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. എപ്പോ ഇതൊക്കെ തന്നെ കാണിക്കണം. റോഹിത്ത് അവനെ പിടിച്ച് തള്ളിയിട്ട് റോഹിത്ത് വന്നേളൊന്ന് ബ്ലാക്കിന് തള്ളിയിട്ടാ അവൻ തീർച്ചയാകുമ്പോ
തലയൊക്കെ അടിച്ചോണ്ട് അവനൊക്കെ തള്ളി തലയൊക്കെ അടിച്ചോണ്ടാണ് ഞാൻ അവിടത്തെ ക്യാമ്പിന് വെച്ചാ സ്കൂളിലെ ക്യാമ്പിന് വെച്ച് ഡിസിപ്ലിൻ പാലിച്ചെന്നും പറഞ്ഞ് ഒന്ന് തള്ളിയതാണ്. ഞാൻ വീണുപോയി. വീണ അയാളെന്നെ തള്ളി, ഞാൻ വീണ്. ഡിസിപ്ലിൻ പാലിക്കാനാണ്. എനിക്ക് വേറൊന്നും പറ്റിയില്ല. അടിച്ചു വീണ അവിടെ. പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ വേറെ ആരാണ്ട് ഇവന്റെ മുഖത്തിട്ട് രണ്ടോട്ടം. അത് വെറുതെ അടിച്ചതാണ്. ഇവിടെ എന്തോ ഒരിക്കലും ഞാൻ തട്ടിക്കാൻ വെറുതെ പിടിച്ചടിച്ച് രണ്ടോട്ടം. മോത്തിട്ട് നല്ല വരഞ്ഞ അടിച്ച നല്ല വേനുണ്ടായി എനിക്ക്. ഇവിടെ സിക്ക് കത്തിന്റെ ചവറൊക്കെ ഒരു വശം ഫുള്ളും സ്വാതി, അത് തന്നെയാണ് ഏറെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് NCC ക്യാമ്പാണ്, അത് കൃത്യമായ പരിശീലനത്തിൽ ഉൾപ്പെടെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. ഇവിടെ അവർ പറയുന്നതനുസരിച്ച് താടിയുള്ളൊരു സാബ് അത് ആരെന്ന് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് നിലവിൽ സാധിച്ചിട്ടില്ല. അവർ കൃത്യമായ രീതിയിൽ കുട്ടികളെ ഉപദ്രവിക്കും. അതായത് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇവിടെ വിദ്യാർത്ഥികളിൽ നിന്ന്. കൊച്ചു കുട്ടികളാണ്, 9ലും 10ലും +1ലും +2ലും പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇത് നിലവിൽ പുറത്തു വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭക്ഷ്യവിഷബാധയായി 70ഓളം കുട്ടികളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് പുറത്തു വന്നത്. അവർക്ക് വളരെ വലിയ രീതിയിലുള്ള ശാരീരിക പീഡനങ്ങൾ ഉൾപ്പെടെ അനുഭവിക്കേണ്ട വന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുട്ടികളെല്ലാം തന്നെ പ്രകോപിതരാണ്. അവർക്കിനി ഇത് സഹിക്കാൻ വയ്യ എന്നൊരു സാഹചര്യത്തിലൂടെയാണ് അവർ മാതാപിതാക്കളോട് പൊട്ടിക്കറിഞ്ഞ് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇവരെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകണം. ഇതിനു മുമ്പും ഇത്തരം ക്യാമ്പുകളിൽ ഇത്തരത്തിൽ ഇവർക്ക് ഇതേപോലെ പ്രഹരമേക്കുന്ന അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് ഇവർ തുറന്നു പറയാൻ തയ്യാറായത്. കൃത്യമായി ഭക്ഷണം പോലും ലഭിക്കാത്ത സാഹചര്യം. ഒരുപാട് നേരത്ത് വെയിലത്ത് നിർത്തും, ഡ്രില്ല് ശരിയായില്ല എന്ന് പറഞ്ഞ് കടുത്ത ശിക്ഷകളാണ് ഈ കൊച്ചു കുട്ടികൾക്ക് നൽകുന്നതെന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. മറ്റൊരു കാര്യം, അവർക്ക് കടുത്ത ശിക്ഷകൾ നൽകുന്നു, അതായത് ദേഹോദ്രവം ഉൾപ്പെടെയുള്ളവ നൽകുന്നു എന്ന് പറയുന്നത് ഏറെ വേദനാജനകമാണ്. ഇപ്പോൾ ഏറെക്കുറെ വിദ്യാർത്ഥികളെ എല്ലാം തന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. വിദ്യാർത്ഥികളെ എല്ലാം തന്നെ ഇവിടുത്തെ മേലുദ്യോഗസ്ഥന്മാരുമായിട്ടും പോലീസുമായിട്ടും സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തുകൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കാണാൻ കഴിയുന്ന കാഴ്ച, ഈ ക്യാമ്പിൻ്റെ സീനിയേഴ്സായിട്ടുള്ളവർ വിദ്യാർത്ഥികളെടുത്ത് പറയുന്നത് മറ്റ് കാര്യങ്ങൾ പുറത്ത് പറയരുത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ഉൾപ്പെടെ റിപ്പോർട്ടിങ്ങിൽ നിന്ന് പോലീസിനെ ഉപയോഗിച്ച് തടയുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ഇവിടുത്തെ അതായത് ഈ കുട്ടികൾ 21 കേരള ബറ്റാലിയനിൽ ഇവിടുത്തെ പരേഡുകൾ അല്ലെങ്കിൽ ഡ്രില്ലുകൾ മറ്റ് ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടിരുന്ന ഇവിടുത്തെ സീനിയറായിട്ടുള്ള മറ്റു കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തടയുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്? ഇതിൻ്റെ ഭാഗമല്ലേ എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായി. അതായത് ഇവിടുത്തെ മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കുട്ടികളെ വെയിലത്ത് നിർത്തി കൃത്യമായുള്ള ശിക്ഷണം, അതായത് NCC നമുക്കറിയാം ചിട്ടയായ രീതിയിലുള്ള പരിപാലനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നൊരു കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കൃത്യമായി അത് മുഖത്ത് അടി കൊടുക്കുകയും അതേപോലെ പരേഡ് തെറ്റിക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായി അതായത് അതിന് കടന്നുള്ള ദേഹോപദ്രവം ഉൾപ്പെടെയുള്ളവ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ 6ഓളം ക്യാമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിനായിട്ട് ഒരു പ്രശ്നം വന്നിട്ടില്ല. ഒരു ഫുഡിന് വേല ഒരു പ്രശ്നം വന്നിട്ടില്ല. നമ്മൾ ഇപ്പം വെള്ളം കുടിക്കുന്ന കേസിൽ ഇവിടെ ഇപ്പം വെള്ളത്തിനായിട്ട് വാട്ടർ ഉണ്ട്, ചൂടുവെള്ളമുണ്ട്. ഈ JD എടുത്ത് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അവർ കൂളറിലെ വെള്ളം പോയി കുടിക്കും. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഈ കൂളറിന്റെ വെള്ളം കുടിക്കില്ലെന്നാണ് കേൾക്കത്തില്ല. അതിൽ നിന്ന് വയറിന്റെ പ്രശ്നമൊക്കെ ഓരോ സ്റ്റോക്ക് പെയിൻ അങ്ങനെയൊക്കെ വരുന്നേ. എത്ര എണ്ണം കേൾക്കില്ല. പിന്നെ ഈ സാറന്മാരൊക്കെ കുത്തി അടിച്ചു, ഈ വെയിലത്ത് നിർത്തി അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊന്നും ഒന്നുമല്ല. അത് നമുക്ക് തരുന്നതാ. നമ്മൾ പറഞ്ഞാൽ അവര് കൊച്ചു കുട്ടികളാണ്, അവരെ ഉപദ്രവിച്ചെന്ന് അവരെ കള്ളം പറഞ്ഞതാണോ ശ്രമിക്കുന്നു? നമ്മളെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന അവരെ, വേറെ ആരില്ല. നമ്മളെ സീനിയേഴ്സ് നമ്മളെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. ഇവര് ഇല്ലാത്ത കാര്യമാണ് കുറെ പറയണത്. ഉള്ള കാര്യം അല്ലല്ല, ഞാൻ പറയണത് JDC ഇത് ഇത്ര കട്ടിയുള്ള ഇത് ട്രെയിനിങ് ആയതുകൊണ്ട് അവർക്ക് പോകാനുള്ള ഇതുകൊണ്ടാണ്. അല്ലാണ്ട് ഇവിടെ അതല്ലാണ്ട് വേറെ ഒന്നും നടന്നിട്ടില്ല. മനസ്സിലായ? അല്ലാണ്ട് ഞങ്ങൾ സീനിയേഴ്സ് ആണ്. ഞങ്ങളെ മെക്കിട്ടേറിയിട്ട് പാരന്റ്സ് മെക്കിട്ടേറിട്ട് ഏത് ഫുഡ് അത് വെള്ളത്തിന്റെ നിങ്ങൾക്കറിയാവോ? അഴുക്ക് വെള്ളമാണ് അവർ ഉപയോഗിച്ചോണ്ടിരുന്ന വെച്ചാൽ പിള്ളേര്. അതൊക്കെ നിങ്ങൾ സീനിയേഴ്സ് നോക്കണ്ടേണോ? നോക്കേണ്ടതാണോ? ശരി, നിങ്ങൾ സീനിയേഴ്സ് നിങ്ങൾ എത്ര ക്യാമ്പ് വേണമെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ?
ഇതുവരെ മറക്കാൻ പറ്റുമോ ജീവിതത്തിൽ? എത്ര പിള്ളേര് ഹോസ്പിറ്റലിൽ കിടക്കണം. ഇവിടെ ഈ മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്യാമ്പിന്റെ ചുമതലയുള്ള ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇവരെ പരേഡ് തെറ്റിച്ചതിന് ഉൾപ്പെടെയുള്ളവ മുഖത്തടിക്കുകയും കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്ന കൊച്ചുകുട്ടികളാണ് പറഞ്ഞത്. അപ്പോൾ അവർ കള്ളം പറയുകയാണെന്നാണ് പറയുന്നത്. കള്ളം പറയണത് നമുക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. കാരണം നമ്മൾ സീനിയേഴ്സ് ആണ്, ഇവിടുത്തെ കോളേജ് സീനിയേഴ്സ് ആണ്. മനസ്സിലായത് അത് മൊത്തത്തിൽ കവർ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. മനസ്സിലായ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, അറിഞ്ഞൂടാ. ഞങ്ങൾ ഇല്ലെന്നൊന്നും പറയാനില്ല. ഞങ്ങളെ കണ്ണിപ്പെട്ടിട്ടില്ല ഇതുവരെ. ഞങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഇത്ര നാളായിട്ട്. മർദ്ദിച്ച 9ഉം 10ഉം +1 +2 പഠിക്കുന്ന ഇത്രയും കുട്ടികൾക്ക് ഇത്ര ക്രൂരമായ ശിക്ഷകൾ നൽകിയത് നിങ്ങളാണല്ലോ ഒരു ക്യാമ്പിൽ NCC ക്യാമ്പിൽ ഇത് ഡ്രിൽ ഉൾപ്പെടെയുള്ളവർ സീനിയേഴ്സ് ആണല്ലോ കാണുന്നത്. അപ്പൊ ഈ സാബിന്റെ ഭാഗത്തു നിന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ എല്ലാ ഇത് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് അത് ചെയ്യിപ്പിക്കണത്. മനസ്സിലായി, പല പല കമ്പനീസായിട്ട് വേർതിരിച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്യിപ്പിക്കണത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ അത് പെട്ടിട്ടില്ല. പെട്ടത് എന്തായാലും ചോദ്യപ്പെടും. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ ഭക്ഷണത്തിന്റെ കാര്യമല്ല, പല ക്യാമ്പുകൾക്കകത്തും പ്രതികാര നടപടികൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രതികാര നടപടി എന്ന് വെച്ചാൽ അവർ തമ്മിൽ അടി പിടിക്കേണ്ട ഒന്നാമത്തെ കാര്യം തന്നെ. JDC എന്ന് വെച്ചാൽ ജൂനിയർ പിള്ളേർ മൊത്തത്തിൽ തമ്മിൽ തല്ലി പിടിക്കേണ്ട. പക്ഷേ അത് നമുക്ക് അറിയാൻ സാധിക്കണില്ല ഒന്നാമത്തെ കാര്യം തന്നെ. അത് നിങ്ങൾ മനസ്സിലാവും. മാതാപിതാക്കൾ ശരിക്കും അത് പോയിന്റ് ചെയ്യണ കാര്യം. കാരണം നമ്മൾ സീനിയേഴ്സ് വേറെ ഇതിലാണ് നിൽക്കണത്. മനസ്സിലായ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ശ്രദ്ധപ്പെട്ട് അതിനെന്തായാലും കറക്റ്റ് ആക്ഷൻ എടുത്തിരിക്കും. പറഞ്ഞോ. ാണ് വിളിച്ചേക്കണത്. ഇത്രയും ദിവസം അവര് ഇത് എന്റെ മാത്രമല്ല മാതാപിതാക്കളും അതേപോലെ തന്നെ എല്ലാ മാതാപിതാക്കൾക്ക് ഒരു ഇത് വിഷമം ഉണ്ടാവും. ഒരു പിള്ളേർക്ക് വീട്ടിൽ എന്താണ് അവിടെ എന്താ നടക്കണേ എന്നുള്ളത് അത് അവരറിയണ്ടേ. എല്ലാവരും ഫോൺ ഒറ്റ ആൾക്ക് ഫോൺ ഉണ്ടായി. ആകെ ക്യാമ്പ് സീനിയേഴ്സിന് മാത്രമേ ഫോൺ ഉണ്ടായിട്ടുള്ളൂ. മനസ്സിലായ ഇല്ലില്ല, സമ്മതിച്ചില്ല. എനിക്കൊക്കെ ഇപ്പൊ കുറച്ച് മുന്നെയാണ് ഫോൺ കിട്ടിയേക്കണത്. മനസ്സിലായ അപ്പൊ അവര് ഞങ്ങളുടെ ജൂനിയേഴ്സ് ആയതുകൊണ്ട് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോൺ. സ്വാതി, അതായത് ഇവിടെ ഈ ഡ്രില്ല് അല്ലെങ്കിൽ അതേപോലെ ഈ പരേഡുകൾ നയിക്കുന്ന സീനിയേഴ്സ് ഇപ്പോൾ നമ്മളടുത്ത് പറയുന്നത് കുട്ടികൾ പറയുന്ന അത്തരം ഒരു കാര്യം ഇതുവരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവരങ്ങനെ പറയുന്നതിൽ എന്താണ് കാര്യങ്ങൾ? കുട്ടികൾ ഈ ക്യാമ്പിനകത്ത് പരസ്പരം തള്ളികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു കാര്യങ്ങളൊന്നും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കുട്ടികൾ പറയുന്നത് അവർ വളരെ വൈകാരികമായാണ്, കരഞ്ഞുകൊണ്ടാണ് മാതാപിതാക്കളെ കെട്ടിപ്പിടിക്കുന്ന വേദനാജനകമായ രംഗങ്ങൾ കണ്ടത്. കൊച്ചുകുട്ടികളാണ്, 9ലും 10ലും പഠിക്കുന്ന കൊച്ചുകുട്ടികളാണ്. അവരുൾപ്പെടെയുള്ളവർ ഈ മാതാപിതാക്കളെ കാണാതെ 10 ദിവസത്തോളം ക്യാമ്പിൽ മാറി നിൽക്കുകയാണ്. അപ്പോൾ അവരനുഭവിച്ച വിഷമങ്ങൾ ഉൾപ്പെടെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞു പറയുന്ന ഒരു സാഹചര്യത്തിൽ അവർ പറയുന്നത് കള്ളമാണ് എന്ന തരത്തിൽ ആണ് ഇവിടെയുള്ളവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു കാര്യം, സീനിയേഴ്സ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇതിനു മുമ്പ് വെള്ളം പല കോണുകളിൽ നിന്നും കുടിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഈ തണുത്ത വെള്ളം, കൂളറിലുള്ള തണുത്ത വെള്ളം ഉൾപ്പെടെ കൊടുക്കിയിരുന്നു. അത് വയറിന് അസുഖങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ഈ കൊച്ചുകുട്ടികൾ പാലിച്ചിരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വ്യക്തമാണ്. കൊച്ചി കാക്കനാടാണ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേക്കുന്നത്. 73-ലധികം വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിലായിട്ടുള്ളത്. നിരവധി പേരുടെ രക്ഷിതാക്കൾ അധികൃതരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഭക്ഷ്യവിഷബാധയേറ്റ വിദ്യാർത്ഥികളെല്ലാം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവർക്ക് ചികിത്സ നൽകുന്നുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വിദ്യാർത്ഥികൾ അവിടെ ഉന്നയിക്കുന്നത്. നല്ല ഭക്ഷണം, കുടിക്കുന്ന വെള്ളം പോലും മോശമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശിക്ഷാ നടപടികൾ, ക്യാമ്പിനിടെ ഉണ്ടായ ശിക്ഷാ നടപടികൾ അതിക്രൂരമായിരുന്നു. മണിക്കൂറുകളോളം വെയിലത്ത് നിർത്തി. അതുപോലെ തന്നെ സീനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വളരെ മോശം അനുഭവം ഉണ്ടായി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു സംഘർഷ സാഹചര്യം ആണ് അവിടെയുള്ളത്. രക്ഷിതാക്കളെല്ലാവരും അധികൃതരുമായി എത്തി പ്രതിഷേധത്തിലും ആവുന്നുണ്ട്. പലരും വന്ന് വിദ്യാർത്ഥികളെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈ ഒരു ക്യാമ്പ് നടക്കുന്ന കോളേജിൽ എത്തിയത്. അവിടെയായിരുന്നു ക്യാമ്പ് നടക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ആണിപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അവരുടെ പ്രശ്നങ്ങളാണ് അവർ പറഞ്ഞത്.